ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻക്യുബേറ്ററിൽ വെച്ചിട്ടുള്ള മുട്ടകളൊക്കെ വിരിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം മുട്ടയിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങൾ വിരിയുന്നതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രൂഡർ സെറ്റാക്കുന്ന വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത്. അതായത് പിന്നെ ആദ്യം കോഴിക്കുഞ്ഞുങ്ങൾക്ക് എന്താ കൊടുക്കുന്നതെന്നും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതൊന്ന് കാണണേ. അപ്പം നമ്മൾ ആദ്യം തന്നെ ബ്രൂഡറിനകത്ത് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ കാലിൽ വലിയ തോതിൽ ഉറപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ന്യൂസ് പേപ്പർ ഞാൻ നല്ലോണം ചുരുട്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഒരു ലെയർ ഇടുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. കുറച്ചുകൂടി കട്ടിയിലിട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ കട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പം ബ്രൂഡറിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഇൻക്യുബേറ്റർ ഉള്ളത്. ഇതാ ബ്രൂഡർ ഇവിടെയാണെങ്കിൽ ഇൻക്യുബേറ്റർ ഇവിടെയാണ്. അപ്പോൾ ഇപ്പം ഇത്രയും കോഴിക്കുഞ്ഞുങ്ങളാണ് നമുക്ക് വിരിഞ്ഞിട്ടുള്ളത്. അപ്പം ബാക്കിയുള്ള കോഴിക്കുഞ്ഞുങ്ങളും വിരിയണം. അപ്പോൾ ഇത്രയും കോഴിക്കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ വിരിഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഇവരെ നമ്മൾ എന്ത് ചെയ്യണം, നേരെ ബ്രൂഡറിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോരുത്തരെയായിട്ട് ബ്രൂഡറിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതേപോലെ തന്നെ നല്ല നല്ല വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെ കോഴി വളർത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം ഞാൻ ഓരോരോ കോഴിക്കുഞ്ഞായിട്ട് ഞാൻ ബ്രൂഡറിൽ സെറ്റാക്കി. ഈ കോഴിക്കുഞ്ഞിനെ കണ്ടോ? ഈ കോഴിക്കുഞ്ഞ് ഇപ്പം വിരിഞ്ഞ കോഴിക്കുഞ്ഞാട്ടോ. അതാ അതിനൊരു ചെറിയൊരു ഇതുപോലെ ഇപ്പം വിരിഞ്ഞതേ ഉള്ളൂ ആ കോഴിക്കുഞ്ഞ്. ഇത്രയും കോഴിക്കുഞ്ഞുങ്ങളിപ്പോൾ വിരിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ നമ്മൾ ബ്രൂഡറിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിരിഞ്ഞപാടുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്ക് 24 മണിക്കൂറിന് ശേഷമേ എന്തെങ്കിലും കൊടുക്കേണ്ടതുള്ളൂ. അതുവരെ അവർക്കൊന്നും കൊടുക്കേണ്ടതില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഈ വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഈ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിനകത്ത് ഗ്ലൂക്കോസ് പൊടിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതാണ് അവർക്ക് ആദ്യമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മളതാ ആ ഒരു ഗ്ലൂക്കോസ് വെള്ളം ഞാൻ നല്ലോണം തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കലക്കിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ വെള്ളം കൊടുക്കുന്ന പാത്രം എന്ന് പറയുന്നത്. ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് അത് ജസ്റ്റ് മറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ആവശ്യത്തിന് അവർ കുടിക്കുന്നതിനനുസരിച്ച് ആ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നോളും. കാണിച്ചു തരാം ഞാൻ. കണ്ടോ? ഇപ്പം നമ്മളിങ്ങനെ തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ കുടിക്കുന്നതിനനുസരിച്ച് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാത്രം ഉണ്ടെങ്കിൽ നമുക്കിത് നല്ലതായിരിക്കും. ഇനി നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചെറിയ ചുണ്ടല്ലേ, അപ്പോൾ അവർക്ക് സ്റ്റാർട്ടറാണ് നമ്മൾ ആദ്യം ഇവർക്ക് കൊടുക്കുന്നത്. ഈ സ്റ്റാർട്ടർ നമ്മൾ മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് കൊടുക്കണം. ഈ മിക്സിയിലിട്ട് പൊടിച്ചിട്ടുള്ള സ്റ്റാർട്ടർ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചെറുതായതുകൊണ്ട് തന്നെ അവർക്ക് ആദ്യം അത്രയൊന്നും തീറ്റ വേണ്ടി വരില്ല. അപ്പോൾ കുറച്ചിട്ട് കൊടുത്താൽ മതി. കുറച്ച് തീറ്റ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത്. നമ്മൾ ഗ്ലൂക്കോസ് വെള്ളം, ഗ്ലൂക്കോസ് പൊടി കലക്കിയിട്ടുള്ള തിളപ്പിച്ചാറ്റിയ വെള്ളവും സ്റ്റാർട്ടർ പൊടിച്ചതും ഇതാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പം ഇത്രയും കോഴിക്കുഞ്ഞുങ്ങളാണ് വിരിഞ്ഞിട്ടുള്ളത്. ഇനി കുറേ കോഴിക്കുഞ്ഞുങ്ങൾ വിരിയാനുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ വിരിഞ്ഞ കോഴിക്കുഞ്ഞ് കേട്ടോ. ഞാനും കോഴിക്കുഞ്ഞും കമ്പനിയാകാൻ നോക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ 3 ദിവസം കഴിഞ്ഞിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കോഴീനെ കണ്ടോ? ഇത് കഴുത്തിൽ പപ്പില്ലാത്ത കോഴിയാട്ടോ. ഇതൊരു പ്രത്യേക വെറൈറ്റി കോഴിയാണ്. അപ്പം ബാക്കി എല്ലാ കുഞ്ഞുങ്ങളും വിരിഞ്ഞിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ 3 ദിവസം കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് ചിപ്പിളിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിപ്പിളിപ്പൊടി നമ്മൾ 3 ദിവസം കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. നമ്മൾ ചിപ്പിളിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈറ്റ് കണ്ടോ? ഈ ലൈറ്റ് എന്ന് പറയുന്നത് 60 വാൾട്ടിൻ്റെ ബൾബാണ് നമ്മൾ ഈ ബ്രൂഡറിൽ വെച്ച് കൊടുക്കേണ്ടത്. 60 വാൾട്ടിൻ്റെ ബൾബാണ്. നമ്മൾ ചിപ്പിളിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മൊത്തം വിരിഞ്ഞിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്. ഇൻക്യുബേറ്ററിൽ നമ്മൾ ഇനി അടുത്ത മുട്ടകൾ കയറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെച്ച ഇതിനകത്ത് നിന്ന് ഒരു മുട്ട, കരിങ്കോഴിൻ്റെ മുട്ട വിരിയാനുണ്ടായിരുന്നു. അതിപ്പോൾ പൊട്ടിയിട്ടുണ്ട്. അത് നമ്മൾ വിരിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്, വേറെ പേപ്പറിലായി സ്പെഷ്യലായിട്ട്. ഇനി നമുക്ക് ഇത്രയും മുട്ട നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വെറൈറ്റികളാണുള്ളത്. കരിങ്കോഴിൻ്റെ മുട്ടയാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ഇത് നമ്മൾ ടർക്കിക്കോഴിൻ്റെ മുട്ടയാണ്. പിന്നെ ഇത് മണിത്താറാവിൻ്റെ മുട്ടയാണ്. ഇനി ഈ മുട്ടകളൊക്കെ വിരിയുമ്പോഴുള്ള വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.